പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ശബരിമലയിൽ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത നെയ്യ് വിറ്റതിലും വൻ തട്ടിപ്പ്. ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. 35 ലക്ഷത്തിലധികം രൂപയുടെ തിരിമറിയാണ് 2 മാസത്തിനിടെ മാത്രം നടത്തിയത്. എങ്കിൽ ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ആകുമെന്നാണ് കോടതി ചോദിച്ചത്. സ്വർണ്ണക്കൊള്ളയ്ക്ക് സമാനമായ മറ്റൊരു കൊള്ളയാകുമോ ഈ നെയ്ക്കൊള്ള എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ വാർത്തയുടെ നിയമവശങ്ങളുമായി ഷപ്നയാണ് ലീഗൽ ഡെസ്കിൽ ചേർന്നത്. ഷപ്ന, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ വിഷയം കോടതിയുടെ മുന്നിൽ എത്തിയപ്പോൾ കോടതി ഇതിൽ ഞെട്ടൽ രേഖപ്പെടുത്തി. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ വാർത്ത, ഈ ശബരിമലയിൽ നിന്നും വരുന്ന വാർത്തകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന, സംസാരിക്കുന്ന, ചർച്ച ചെയ്യുന്ന സാധാരണക്കാർ ഈ വിഷയം കേട്ട് ഞെട്ടിയെന്ന്. കാരണം അയ്യപ്പന്റെ പ്രതിഷ്ഠാ പരിസരത്ത് പോലും കൈവച്ചില്ലേ, പിന്നെ അതിലെ കുറച്ച് നെയ്യ്. ഇങ്ങനെയായിരിക്കും ഒരുപക്ഷെ പകുതിയിലധികം പേരും ധരിച്ചിട്ടുണ്ടാവുക. കോടതി ഇപ്പോൾ ഇതിൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരാളെ ഇതിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു സുനിൽ പോറ്റിയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീരുമോ ഷപ്ന? നമ്മൾ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് സമാനമായ മറ്റൊരു വമ്പൻ കൊള്ള കൂടി മറനീങ്ങി പുറത്തു വരികയാണോ? സേതു, ഗുഡ് മോർണിംഗ്. സേതു പറഞ്ഞതുപോലെ തന്നെ ഈ സുനിൽകുമാർ പോറ്റി എന്ന ഒരു ആളെയാണ് ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷം വേറൊരു പോറ്റി ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. കോടതി തന്നെ ഇതിൽ ചൂണ്ടിക്കാണിച്ച ഒരു വസ്തുതയുണ്ട്. 2 മാസത്തെ ഒരു കണക്കാണ് കോടതിക്ക് മുന്നിലെത്തിയത്. അതായത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ കണക്ക് പ്രകാരം നവംബർ 17 മുതൽ ജനുവരി 2 വരെയുള്ള കണക്ക്. ഈ ഒരു കണക്കിലാണ് 35 ലക്ഷത്തിൻ്റെ തിരിമറി നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അതും ഈ സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നെയ്യഭിഷേകം ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന നെയ്യാണ്, ആടിയ നെയ്യ്. ഇത് അത്തരത്തിലാണ് അതിന് പറയുന്നത്. ഈ ആടിയ നെയ്യിൻ്റെ വിൽപ്പന ചെറിയ പാക്കറ്റുകളിലാക്കി അത് വിൽപ്പന നടത്തുന്ന അതിലാണ് ഈ തിരിമറി നടത്തിയിട്ടുള്ളത്. ഈ 2 മാസം കൊണ്ട് 35 ലക്ഷം രൂപ തട്ടിക്കാൻ സാധിച്ചെങ്കിൽ ഇത് എത്ര വലിയ തട്ടിപ്പായിരിക്കും എന്നാണ് കോടതി തന്നെ ചോദിച്ചത്. അതുകൊണ്ടാണ് ഇതിൽ കൃത്യമായൊരു അന്വേഷണത്തിലേക്ക് വിജിലൻസിനോട് പോകാൻ, അതും വിജിലൻസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിക്കണം, രഹസ്യമായി അന്വേഷിക്കണം, ഇതിൻ്റെ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും ഇതേ രീതിയിലായിരുന്നു ഇതിൻ്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ പോയത്. കാരണം ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കോടതിക്ക് മുന്നിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു, കോടതി ആ വിഷയത്തിൽ ഇടപെടുന്നു, SITയെ നിയമിക്കുന്നു. അതിനുശേഷമാണ് ഈ വലിയ തട്ടിപ്പിലേക്ക് പോയത്. ഒരു പക്ഷേ ഇതും ആ സമാനമായ രീതിയിലുള്ള ഒരു തട്ടിപ്പിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. കാരണം ഈ 2 മാസം കൊണ്ട് ഇത്രയും വലിയ ഒരു തുക 35 ലക്ഷം തട്ടിക്കാനായെങ്കിൽ, അതോടൊപ്പം തന്നെ ഇതിലെ കരാറുകാരൻ പാലക്കാട്ടുള്ള ഒരു പ്രേമൻ എന്നയാളാണ്. ഈ ഇയാൾ ഈ ബാക്കി വരുന്ന നെയ്യ് ഈ പാക്കറ്റിലേക്ക് നിറയ്ക്കുന്നതാണ്. ഈ പാക്കറ്റിലേക്ക് നിറയ്ക്കുന്ന നെയ്യിൻ്റെ കണക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ തട്ടിപ്പ് ഇപ്പോൾ വെളിപ്പെട്ടത്. ഈ സുനിൽകുമാർ പോറ്റി എന്ന് പറയുന്നയാൾ കൗണ്ടർ ജീവനക്കാരനാണ്. ഈ ജീവനക്കാരൻ ഭക്തർക്ക് ഈ നെയ്യ് കൊടുക്കുമ്പോൾ അത് രേഖപ്പെടുത്താതിരിക്കുകയും, രജിസ്റ്ററിൽ രേഖപ്പെടുത്താതിരിക്കുകയും അതിന് പണം അവിടെ അടയ്ക്കാതിരിക്കുകയും ചെയ്താണ് ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അത് ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇതിൽ അറിയാമായിരുന്നു എന്നൊരു സൂചന കോടതി നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ തട്ടിപ്പായി, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ, കൂടുതൽ ജീവനക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഭവമായി മാറാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ രജിസ്റ്റർ ഒന്നും സൂക്ഷിക്കാതെ, ഭക്തർക്ക് ബില്ല് നൽകാതെ, ആ രീതിയിൽ ഒരു ചട്ടപ്രകാരമുള്ള ഒരു നടപടിയും ഇക്കാര്യത്തിൽ പാലിച്ചിരുന്നില്ല എന്ന് കോടതി പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നു. മറ്റൊന്ന് ഓക്കെ ഷബ്ന, ശരി. അപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വലിയ കൊള്ള കൂടി മറന്നീങ്ങി പുറത്തു വരികയാണ്. സ്വർണ്ണക്കൊള്ളയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇത്രയും ദിവസം സ്വർണ്ണക്കൊള്ളയിൽ കഴിഞ്ഞ ദേവസ്വം ആ സമയത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഒക്കെ, പോറ്റിയും തന്ത്രിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഒക്കെ അകത്ത് കിടക്കുകയാണ്.